ബാക്ക് ടു ഓൾ എസ്റ്റിമേഷൻ എന്ന പാഠഭാഗത്തെ 10ാമത്തെ വീഡിയോ ആണിത്. ഈ ഒരു വീഡിയോയിൽ ലോങ് വാൾ ആൻഡ് ഷോർട്ട് വാൾ മെത്തേഡ് ഉപയോഗിച്ച് ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനെ, നമ്മൾ താമസിക്കാൻ ഉപയോഗിക്കുന്ന ബിൽഡിംഗാണ് റെസിഡൻഷ്യൽ ബിൽഡിംഗ്, അതിനെ എങ്ങനെ എസ്റ്റിമേഷൻ ചെയ്യാമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഓക്കെ, ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ എസ്റ്റിമേഷൻ. ഓക്കെ, ഞാൻ ആദ്യത്തെ പ്രോബ്ലം എന്താണെന്നൊന്ന് വായിക്കാം. ദ ഗിവൺ ഫിഗർ ഈസ് എ പ്ലാൻ ഓഫ് റെസിഡൻഷ്യൽ ബിൽഡിംഗ്. കാൽക്കുലേറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഫോളോയിങ് ഇൻ സ്റ്റാൻഡേർഡ് ഫോം. എർത്ത് വർക്ക് എക്സ്കവേഷൻ ഓഫ് ഫൗണ്ടേഷൻ. രണ്ടാമത്തേത് ലൈൻ കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ. അതായത് നമുക്ക് ഒരു താമസിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കെട്ടിടത്തിൻ്റെ പ്ലാനും സെക്ഷനും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ, അതായത് തറയ്ക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ മണ്ണെടുക്കുന്നില്ലേ, അതിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ ഫൗണ്ടേഷനിൽ നമ്മൾ കൊടുക്കുന്ന കോൺക്രീറ്റിൻ്റെയും ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെയായിരിക്കും കേട്ടോ ക്വസ്റ്റ്യൻ വരിക. നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേപോലെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, അപ്പോൾ പ്ലാൻ നോക്കാം. ഇതാണ് പ്ലാന്. അപ്പോൾ ഈ പ്ലാനിൽ ഹോളുണ്ട് അല്ലേ, ഒരു ഹോളുണ്ട്, ഒരു കിച്ചൺ അടുക്കള ഉണ്ട്, പിന്നെ ടോയ്ലറ്റ് ഉണ്ട്, പിന്നെ ബാത്റൂമുണ്ട്, ബെഡ്റൂമുണ്ട്. ഓക്കെ, അങ്ങനെ ആണ് ഇതിൻ്റെ സ്പേസ് ഉള്ളത്. ഇനി നമുക്കറിയാം ഹാളിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 400 × 600 അല്ലേ. അപ്പം 400 × 600 എന്ന് പറഞ്ഞാൽ 400 ആദ്യം എഴുതിയത് തിരശ്ചീനമായ അകലമാണ്. ഒരു സ്പേസിൻ്റെ ആദ്യം എഴുതിയതാണ് തിരശ്ചീനമായ അകലം. കണ്ടോ? അപ്പോൾ അവിടെ 400 എന്ന് നിങ്ങൾ മാർക്ക് ചെയ്ത് കണ്ടില്ലേ. പിന്നെ 600 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കലായിട്ടുള്ള അകലമാണ് 600 എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതേപോലെ തന്നെയാണ് കിച്ചണും ടോയ്ലറ്റും ബെഡ്റൂമും ഒക്കെ വരുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. 2 സ്റ്റെപ്പാണുള്ളത്. 120 നീളവും 60 വീതിയുമാണുള്ളത്. ഈ മെഷർമെൻറ്റും ഈ അളവുകളൊക്കെ തന്നിരിക്കുന്നത് സെൻറ്റിമീറ്ററിലാണ് കേട്ടോ. ആലോചിച്ച് വയ്ക്കുക. പിന്നെ ഇതിൻ്റെ വാളിൻ്റെ തിക്നെസ്, അതായത് ഭിത്തിയുടെ കനം എന്ന് പറയുന്നത് 24 സെൻറ്റിമീറ്ററാണ്. അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് 24 എന്നുള്ളത്. പിന്നെ ഈ പ്ലാനിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാം? ഡോറുകളുണ്ട് അല്ലേ, ഡോറുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതും നമ്മൾ എസ്റ്റിമേഷൻ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ സെക്ഷനാണ് ഈ കാണുന്നത്. അപ്പോൾ സെക്ഷനിൽ താഴത്ത് കോൺക്രീറ്റ് നിറച്ച് കണ്ടോ, അതാണ് താഴത്തെ പോർഷൻ. 80 അതിൻ്റെ വീതി, 10 ഉയരം അല്ലേ. അതിൻ്റെ മുകളിൽ ഒരു ഡ്രൈറബിൾ മേസൺറി ഫൗണ്ടേഷൻ കൊടുത്തിട്ടുണ്ട്. 60 മീറ്റർ വീതിയും 60 സെൻറ്റിമീറ്ററാണ്. 60 സെൻറ്റിമീറ്റർ വീതിയും 60 സെൻറ്റിമീറ്റർ ഹൈറ്റും. പിന്നെ പ്ലിന്താണ് കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് ലെവലിൻ്റെ മുകളിലുള്ളതാണ് പ്ലിന്ത്. 45 സെൻറ്റിമീറ്റർ വീതിയും 45 സെൻറ്റിമീറ്റർ ഉയരമാണുള്ളത്. അതിന് മുകളിൽ 3 മീറ്റർ ഉയരത്തിൽ ഭിത്തി കൊടുത്തിട്ടുണ്ട്. ആ ഭിത്തിയുടെ കനം എത്രയായിരിക്കും? 24 സെൻറ്റിമീറ്റർ ആയിരിക്കും. അത് പ്ലാനിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ സെക്ഷനിലും അത് അടയാളപ്പെടുത്തി തരും കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഇതാണ് സെക്ഷൻ ഉള്ളത്. അപ്പം നമ്മളോട് കണ്ടുപിടിക്കാൻ എന്താ പറഞ്ഞത്? എർത്ത് വർക്ക് എക്സ്കവേഷൻ ഇൻ ഫൗണ്ടേഷൻ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത് ഓഫ് ലോങ് വാള്, ഷോർട്ട് വാള്, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് പോലെ തന്നെ ഈ പ്ലാൻ എടുക്കുക. പ്ലാൻ്റെ ലോങ് വാൾ ഏതൊക്കെയാണ്? പ്ലാൻ്റെ ലോങ് വാൾ വരുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ പ്ലാൻ്റെ ലോങ് വാൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഇതൊരു ലോങ് വാൾ, ഈ മൊത്തം കാണുന്നത് ഒരു ലോങ് വാൾ അല്ലേ. ഇത് വേറൊരു ലോങ് വാൾ. അങ്ങനെ 2 ലോങ് വാൾ ഉണ്ട്. ഇനി അടുത്ത് എത്ര ഷോർട്ട് വാൾ ഉണ്ട്? 3 ഷോർട്ട് വാൾ. 1 2 3, അങ്ങനെ 3 ഷോർട്ട് വാളുണ്ട്. ഓക്കെ, അപ്പോൾ ലോങ് വാളും ഷോർട്ട് വാളും നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലൊന്നും ഉൾപ്പെടാത്ത ഭാഗം കണ്ടോ? ഈ കിച്ചണിനും ടോയ്ലറ്റിനും ഇടയിലുള്ള ഈ ഭിത്തിയും ബെഡ്റൂമിനും കിച്ചണിനും ഉള്ളിലുള്ള ഈ ഭിത്തിയും അതിൽ ഉൾപ്പെട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് പ്രത്യേകം പരിഗണിക്കണം. അപ്പം ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഓഫ് ലോങ് വാൾ കണ്ടുപിടിക്കും. ഓക്കെ, ഇതിൻ്റെ സെൻറ്റർ മുതൽ ഇതിൻ്റെ സെൻറ്റർ വരെ. ഓക്കെ, അപ്പം അതെത്ര വരും? ഇവിടെ നമുക്കറിയാം 0.12, അതായത് 0.24ൻ്റെ പകുതി ഇവിടെ കൂട്ടണം. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ 400 പിന്നെ ഇവിടെ 0.24, ഇവിടെ എത്ര വരും? 400 വരും അല്ലേ. ഇവിടെ 0.12, അതൊക്കെ കൂടെ കൂട്ടുമ്പോൾ നമുക്ക്
എത്ര കിട്ടും? സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത് ഓഫ് ലോങ് വാൾ 8.48 എന്ന് കിട്ടും. ഇനി സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത് ഓഫ് ഷോർട്ട് വാൾ എടുക്കുക. ഷോർട്ട് വാൾ ഇതെങ്ങനെയാണ്? ഇതല്ലേ ഷോർട്ട് വാൾ. അപ്പം ഇതിൻ്റെ സെൻറ്റർ മുതൽ ഇതിൻ്റെ സെൻറ്റർ വരെ അല്ലേ, സെൻറ്ററാണ് വേണ്ടത്. ഓക്കെ, അപ്പം 600 പ്ലസ് ഇവിടെ 0.12 ഇവിടെ 0.12, അപ്പോൾ എന്ത് കിട്ടും? 6.24 മീറ്റർ എന്ന് കിട്ടും അതിൻ്റെ ഷോർട്ട് വാളിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. ഇനി അങ്ങനെ 3 എണ്ണം അല്ലേ? 1, 2, 3. ഇനി ഇതിലൊന്നും ഉൾപ്പെടാത്ത ഒന്നാണ് ഈ 2 വാളും അല്ലേ. അപ്പോൾ ആദ്യത്തെ വാൾ ഇൻ ബിറ്റ്വീൻ കിച്ചൺ ആൻഡ് ബെഡ്റൂം, അതായത് ഈ വാളാണ് നമ്മൾ പരിഗണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ വാളിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അതെങ്ങനെ കണ്ടുപിടിക്കാം നോക്കാം. ഈ ഫിഗർ നോക്കൂ. ആദ്യത്തെ ഞാൻ പറഞ്ഞു വാൾ ഇൻ ബിറ്റ്വീൻ കിച്ചൺ ആൻഡ് ബാത്റൂം ആണ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ഇനി ഇത് നോക്കൂ. ഇതുവരെയുള്ള ഡിസ്റ്റൻസ് 4 ആണല്ലോ. ഓക്കെ, ഇവിടെ 0.12 കൂട്ടുക, ഇവിടെ 0.12 കൂട്ടുക, അപ്പോൾ 4.24 ആണ് ഇവിടുത്തെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഓഫ് ഈ വാള്. മനസ്സിലായോ എങ്ങനെയാണ് വന്നത്? ഇനി അടുത്തത്, അപ്പോൾ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഓഫ് വാൾ ഇൻ ബിറ്റ്വീൻ കിച്ചൺ ആൻഡ് ബെഡ്റൂം എന്ന് കിട്ടിയത് എത്ര കിട്ടി? 4.24 എന്ന് കിട്ടി. ഇനി വാൾ ഇൻ ബിറ്റ്വീൻ കിച്ചൺ ആൻഡ് ടോയ്ലറ്റ് എന്നുള്ളത് ഇവിടെ എത്രയാണ്? 276 ഇവിടെ നിന്ന് ഇങ്ങോട്ട്. ഇവിടെ 0.12 ആഡ് ചെയ്യുക, ഇവിടെ 0.12 ആഡ് ചെയ്യുക, അപ്പോൾ വാൾ ഇൻ ബിറ്റ്വീൻ കിച്ചൺ ആൻഡ് ടോയ്ലറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, ഇത്രേ ചെയ്യാനുള്ളൂ. അപ്പോൾ നമുക്ക് 3 മീറ്റർ എന്നാണ് കേട്ടോ അത് കിട്ടിയത്. അപ്പം ഇത്രയും സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി എസ്റ്റിമേഷൻ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലോങ് വാൾ, ഏറ്റവും നീളം കൂടിയ വാളാണ് ലോങ് വാൾ, അത് ആദ്യം എടുക്കുക. ഇവിടെ 2 ലോങ് വാളാണുള്ളത് അല്ലേ. ഷോർട്ട് വാൾ നീളം കുറഞ്ഞ വാൾ, അത് 3 എണ്ണം നമുക്ക് ആ പ്ലാനിൽ നിന്ന് കിട്ടി. അതിൽ ഉൾപ്പെടാത്ത 2 വാളുകളാണ് അല്ലേ. ആ 2 വാളുകൾ നമ്മൾ പ്രത്യേകം കൺസിഡർ ചെയ്തു. അതാണ് വാൾ ഇൻ ബിറ്റ്വീൻ കിച്ചൺ ആൻഡ് ബാത്റൂം, രണ്ടാമത് വാൾ ഇൻ ബിറ്റ്വീൻ കിച്ചൺ ആൻഡ് ടോയ്ലറ്റ് അല്ലേ. ഇനി നമുക്ക് ആദ്യത്തെ ഡിസ്ക്രിപ്ഷൻ, അതായത് എർത്ത് വർക്ക് എക്സ്കവേഷൻ ഓഫ് ഫൗണ്ടേഷന് വേണ്ടിയിട്ട് നമ്മൾ മണ്ണ് എത്ര മാന്തണം എന്നാണ് അതിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക. അപ്പം നമ്മൾ ആദ്യം പോലെ ടാബുലാർ കോളം വെച്ച് ചെയ്യല്ലോ. നമ്പർ, സീരിയൽ നമ്പർ, ഡിസ്ക്രിപ്ഷൻ ഓഫ് ഐറ്റം, നമ്പർ, ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ക്വാണ്ടിറ്റി, റിമാർക്ക്. ഓക്കെ, ഇത്രയും എഴുതാം. അതിനുശേഷം എർത്ത് വർക്ക് എക്സ്കവേഷൻ ഫോർ ഫൗണ്ടേഷൻ എഴുതുക. അതാണല്ലോ ആദ്യത്തെ ക്വസ്റ്റ്യൻ, എ പാർട്ട്. ഓക്കെ, അത് എഴുതി. പിന്നെ ലോങ് വാൾ അവിടെ ഉണ്ട് നമുക്കറിയാം, അത് അതേപോലെ എഴുതി. ഷോർട്ട് വാൾ ഉണ്ട്. പിന്നെ എന്തൊക്കെ വാളാണ്? വാൾ ഇൻ ബിറ്റ്വീൻ കിച്ചൺ ആൻഡ് ബാത്റൂമും വാൾ ഇൻ ബിറ്റ്വീൻ കിച്ചൺ ആൻഡ് ടോയ്ലറ്റും ഉണ്ട്. പിന്നെ സ്റ്റെപ്പുണ്ട്. ഇത്രയും ഭാഗങ്ങളാണ് അതിലുള്ളത് അല്ലേ. അപ്പം ആദ്യത്തെ ലോങ് വാളിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് 8.48 ആണ് അല്ലേ. ഈ ഇതിൽ നോക്കുക, ഇത്രയും വാളുകൾ നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഈ വാൾ മൊത്തം എഴുതണം. ഈ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ച ഈ വാൾ മൊത്തം ഇങ്ങോട്ട് എടുത്ത് എഴുതണം. അപ്പോൾ 8.48 ആണ് അതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ലോങ് വാൾ കിട്ടി. ഇനി എർത്ത് വർക്ക് എക്സ്കവേഷൻ ഫോർ ഫൗണ്ടേഷൻ ആണ് അല്ലേ. അപ്പോൾ ഈ ഫൗണ്ടേഷന് വേണ്ടിയിട്ടുള്ള വീതി 80 സെൻറ്റിമീറ്റർ ആണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 80 സെൻറ്റിമീറ്റർ ആണ് ഫൗണ്ടേഷൻ്റെ വീതി. നോക്കുക, 80 സെൻറ്റിമീറ്റർ വീതിയും എത്ര ഉയരമുണ്ട്? ഇവിടെ മുതൽ ഇവിടെ വരെ 60 അല്ലേ. 60 + 10 70 ആയിരിക്കും അതുവരെയുള്ള ദൂരമെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ 70 ദൂരവും കിട്ടി. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ലോങ് വാളിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതിന് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിനോട് വീതി കൂട്ടുക. സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് 8.48 ആണ്. അതിനോട് 0.8 കൂട്ടുമ്പം 9.28 എന്ന് കിട്ടി. ലോങ് വാൾ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. വീതി എത്രയാണ്? 0.8 ആണ്. ഉയരം എത്രയാണ്? 70 സെൻറ്റിമീറ്റർ ആണ്. അതിന് 0.7 മീറ്റർ എന്ന് എഴുതി. ഓക്കെ, ഇനി അടുത്തത് ഷോർട്ട് വാളാണ്. ഷോർട്ട് വാൾ എത്ര എണ്ണം ഉണ്ട്? പ്ലാൻ നോക്കിയപ്പോൾ 3 എണ്ണം അല്ലേ. അത് അതേപോലെ തന്നെ എഴുതി. ഷോർട്ട് വാളിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് 6.24 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണം. അതെങ്ങനെ കിട്ടും? 6.24 വീതി കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 5.44 എന്നുള്ളത് നീളം കിട്ടും. ഓക്കെ, പിന്നെ വീതി അതേപോലെ തന്നെ എഴുതാം, ഉയരും അതേപോലെ തന്നെ എഴുതാം. ഓക്കെ, അപ്പം ഇതൊക്കെ ഗുണിച്ച് കിട്ടുന്നതാണ് കേട്ടോ 9.14 എന്നുള്ളത്. ഓക്കെ, ആദ്യത്തെ ഈ 4 എണ്ണം ഗുണിച്ച് കിട്ടുന്നതാണ് ഈ ക്വാണ്ടിറ്റി 10.39 എന്നുള്ളത്.
അടുത്ത 4 കൂടെ 3 × 5.44 ഇൻറ്റു 0.8 ഇൻറ്റു 0.7 ഗുണിച്ചപ്പോഴാണ് നമുക്ക് എന്തെന്ന് കിട്ടിയത് 9.14 മീറ്റർ ക്യൂബ് എന്ന് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്തത് വാള് ഇൻ ബിറ്റ്വീൻ കിച്ചൺ ആൻഡ് ബാത്റൂം. അതിൻ്റെ അർത്ഥം എന്താണ്? അടുക്കളയ്ക്കും ബാത്റൂമിനും ഇടയിലുള്ള ഭിത്തി. ആ ഭിത്തിയാണ് ഇനി എടുക്കുന്നത് അല്ലേ. അത് എത്ര ഉണ്ട്? ഒന്നല്ലേ ഉള്ളൂ. ഓക്കെ, ഒന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ അതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് നമുക്കറിയാം 4.24 അല്ലേ. ഇതാ ഈ 4.24. അപ്പോൾ അതേപോലെ എഴുതുക. അതിൽ നിന്നും ഒരു വീതി കുറയ്ക്കുക. കാരണം ഇതൊക്കെ ഷോർട്ട് വാളായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, പരിഗണിക്കുന്നത്. കാരണം ചെറിയ വാളല്ലേ. അപ്പോൾ ഷോർട്ട് വാളിന് നമ്മൾ കുറയ്ക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ 3.44 മീറ്റർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം അത് 3.44 മീറ്റർ എന്ന് ലെങ്ത് എഴുതി, നീളം എഴുതി. വീതി 80 സെൻറ്റിമീറ്റർ, ഉയരം 70 സെൻറ്റിമീറ്റർ. അതൊക്കെ ഗുണിക്കുമ്പം 1.93 മീറ്റർ ക്യൂബ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി അടുത്തത് വാൾ ബിറ്റ്വീൻ കിച്ചൺ ആൻഡ് ടോയ്ലറ്റ്. അതായത് അടുക്കളയ്ക്കും ടോയ്ലറ്റിനും ഇടയിലുള്ള ഭിത്തി. ഓക്കെ, അത് എത്ര ഉണ്ട്? ഒന്നല്ലേ ഉള്ളൂ. ഓക്കെ, അതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് 3 മീറ്റർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് കാണാൻ 3 കുറയ്ക്കണം. അതിൻ്റെ വീതി എത്രയാണ് ഇവിടെ? 80 സെൻറ്റിമീറ്റർ, അതായത് 0.8. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ 2.2 ആണ്, 2 മീറ്റർ ആണ് അതിൻ്റെ നീളം കിട്ടി. വീതി 80 സെൻറ്റിമീറ്റർ, ഉയരം 70 സെൻറ്റിമീറ്റർ. അത് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 1.2 മീറ്റർ ക്യൂബ് കിട്ടും. ഇനി അടുത്തത് സ്റ്റെപ്പ്. അപ്പോൾ സ്റ്റെപ്പ് നമുക്ക് ഈ പ്ലാൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. സ്റ്റെപ്പിൻ്റെ നീളം 120 സെൻറ്റിമീറ്റർ, അതായത് 1.2 മീറ്റർ. ഇനി അതിൻ്റെ വീതിയാണ് ഈ 60 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പം 1.2 എന്നുള്ളത് ലെങ്ത്. ഓക്കെ, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ സ്റ്റെപ്പ് നോക്കുമ്പോൾ 1.2 ഇതിൻ്റെ നീളം അല്ലേ. അപ്പോൾ അത് കുറച്ച് 10 സെൻറ്റിമീറ്റർ 2 സൈഡിലേക്കും കൂടുതൽ കൂട്ടി കൊടുക്കാറുണ്ട് സ്റ്റെപ്പിൻ്റെ. അപ്പോൾ അങ്ങനെയാണ് ഈ 1.4 മീറ്റർ എന്ന് കിട്ടിയത്. 1.2 മീറ്റർ അതിൻ്റെ നീളമാണ്, പ്ലസ് 2 സൈഡിലും 10 സെൻറ്റിമീറ്റർ കൂട്ടി കൊടുക്കാം. അതായത് 0.1 ആഡ് ചെയ്യാം. അപ്പോൾ 1.4 എന്ന് കിട്ടി. സ്റ്റെപ്പ് എത്ര ഉണ്ട്? 2 സ്റ്റെപ്പല്ലുള്ള അത് അതേപോലെ എഴുതി. അതിൻ്റെ വീതി 60 സെൻറ്റിമീറ്റർ ആണ്, പിന്നെ അതിൻ്റെ ഉയരം 10 സെൻറ്റിമീറ്റർ ആണ്. ഈ പറഞ്ഞത് 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അത് ഗുണിക്കുമ്പോൾ 0.09 മീറ്റർ ക്യൂബ് കിട്ടും. ഇനി നമുക്ക് ഇത്രയാണ് എർത്ത് വർക്ക് എക്സ്കവേഷൻ. അപ്പോൾ ഇതൊക്കെ കൂടെ കൂട്ടിക്കഴിഞ്ഞാലാണ് ഈ ക്വാണ്ടിറ്റി മൊത്തം മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ ആയിരിക്കും എർത്ത് വർക്ക് എക്സ്കവേഷൻ ഓഫ് ഫൗണ്ടേഷൻ്റെ നമുക്ക് ഉണ്ടാവാം. ഓക്കെ, ഇനി രണ്ടാമത്തേത്. ഓക്കെ, രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ ആണ് നമുക്കുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഫൗണ്ടേഷൻ. അപ്പോൾ എവിടെയാണ് ഫൗണ്ടേഷൻ? ഇതാണ് അല്ലേ, ഇതാണ് ഫൗണ്ടേഷൻ. ഇവിടെയാണ് ഈ കോൺക്രീറ്റ് കൊടുത്തത്, കോൺക്രീറ്റിൻ്റെ ചിഹ്നമാണിത്. അപ്പോൾ അവിടെ കോൺക്രീറ്റ് നിറയ്ക്കുന്നതിന് എത്ര ക്വാണ്ടിറ്റി വേണമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിന് എത്രയാണ് വീതി? 80 സെൻറ്റിമീറ്റർ തന്നെയല്ലേ വീതി. ഉയരം പക്ഷേ വ്യത്യാസമുണ്ട്, 10 സെൻറ്റിമീറ്റർ. അപ്പോൾ അത്രേ ഇതിന് വ്യത്യാസമുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ലോങ് വാളും ഷോർട്ട് വാളും വാൾ ഇൻ ബിറ്റ്വീൻ കിച്ചണും ബാത്റൂമും ഒക്കെ എഴുതണം അല്ലേ. ഓക്കെ, അപ്പോൾ ലോങ് വാള് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട് അല്ലേ, നേരത്തെ പറഞ്ഞ പോലെ. അവിടുത്തെ നീളം തന്നെയല്ലേ ഇവിടെയും നീളം ഉണ്ടാവുക, അത് അതേപോലെ തന്നെ എഴുതി. വീതി എത്രയാണ്? 80 സെൻറ്റിമീറ്റർ. ഉയരം എത്രയാണ്? ഉയരം 10 സെൻറ്റിമീറ്റർ ആണെന്നാണ് കിട്ടിയില്ലേ. അപ്പോൾ ഇതൊക്കെ ഗുണിക്കുമ്പോൾ 1.48 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, ഇനി ഷോർട്ട് വാളും അതേപോലെ തന്നെ എഴുതാം. ഷോർട്ട് വാളിന് നീളം വ്യത്യാസമില്ല, വീതി വ്യത്യാസമില്ല, ഉയരം വ്യത്യാസമുണ്ട്, അതാണ് 10 സെൻറ്റിമീറ്റർ. അത് ഗുണിക്കുമ്പോൾ 1.31 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, ഇനി വാൾ ഇൻ ബിറ്റ്വീൻ കിച്ചൺ ആൻഡ് ബാത്റൂം, അതും ഇതേപോലെ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് 0.28 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. വാൾ ഇൻ ബിറ്റ്വീൻ കിച്ചൺ ആൻഡ് ടോയ്ലറ്റ് ചെയ്യുമ്പോൾ 0.18. ഇത് ഞാൻ പിന്നെയും പറയേണ്ട ആവശ്യമില്ലല്ലോ, കാരണം നമ്പർ അതേപോലെ തന്നെ, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് അതേപോലെ തന്നെ, കാരണം വീതിക്ക് വ്യത്യാസമില്ല. വീതി 80 സെൻറ്റിമീറ്റർ, ഉയരം മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെ കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 3.42 മീറ്റർ ക്യൂബ് ആയിരിക്കും ഫൗണ്ടേഷനിൽ വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് ഫൗണ്ടേഷനിൽ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റി 3.42 മീറ്റർ ക്യൂബ് ആയിരിക്കും. ഓക്കെ, ഇത്രയും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.